ലെക്സസ് എന്ന് പറയുമ്പോഴത്തേക്ക് എവിടെ ചെന്ന് കഴിഞ്ഞാലും അതിനൊരു ബ്രാൻഡ് വാല്യൂ ഉണ്ട്. അതുകൊണ്ട് വി ആർ വെരി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ലെക്സസ് ഫാമിലി. When I'm here also, I thought I'll be hearing few songs and some food and all that. But this was a wonderful experience, a very exhilarating experience where the music was wonderful, the food was amazing. There is basically a jugalbindi between Japanese and Kerala style of foods. ആക്ച്വലി ലെക്സസ് എടുക്കാനുള്ള ഒരു മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ആ ലെക്സസിൻ്റെ ഒരു റിലയബിലിറ്റിയാണ് അതിൻ്റെ മെയിൻ ഒരു ഫാക്ടർ വരുന്നത്. ആക്ച്വലി പറയണമല്ലോ, ഇപ്പോൾ ഞങ്ങൾ ഒത്തിരി ലോങ് ട്രിപ്പ് പോയി ഈ ഒരു വർഷത്തിനുള്ളിൽ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മെയിൻലി പറഞ്ഞാൽ വൈഫിൻ്റെ കംപ്ലൈൻ്റ് ഒക്കെ മാറി. ആ ഒരു ബാക്കിലുള്ള ആ യാത്ര വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് റിയലി വെരി നൈസ്. ഞങ്ങൾ ഇന്നിപ്പോൾ ഇവിടെ വന്ന് ഈ ഫാമിലിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. ഈ ഒരു മ്യൂസിക് നൈറ്റിൽ ഞങ്ങൾ സംബന്ധിച്ചു. നല്ല ഒരു കോമ്പിനേഷൻ. അവിടെ നിങ്ങളുടെ ഒരു ലെക്സസിൻ്റെ ഒരു ടച്ച്, ഈ ജപ്പാൻ കേരള എന്ന് പറഞ്ഞ് ഈവൻ ഫുഡിൽ പോലും ആ ടച്ച് കണ്ടെത്തിയത് വളരെ നന്നായിട്ടുണ്ട്. ഐ റിയലി അപ്രീഷിയേറ്റ് ഇറ്റ്. They sent me a picture of a painting which is here, which is talking about the culture between Kerala and Japan. And then we start curating a building, a small love story behind it. What if a Chetan from Fort Kochi meets a Chechi from Japan? So that's the idea behind this cuisine. So it should be a little bit funny and it should be something unique. So whatever you have tasted now, it has either a Japanese element turned into a slight of Kerala spice or something, or a local food has been combined, paired with Japanese cuisine. ഇവർ ഇടയ്ക്കിടയ്ക്കൊരു ഇവൻറ്റ്സ് ക്ലയൻസിനായിട്ട് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഈവൻ ഞങ്ങൾക്കും ഒരു കൾണറി ഡിഫറെൻറ്റ് ഞങ്ങൾ എക്സ്പീരിയൻസ് പറ്റുന്ന പുതിയ ടൈപ്പ് പല കാര്യങ്ങളും ഇവിടെ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്.